കണ്ണൂരിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ സിപിഎമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. KSU പ്രതിഷേധത്തിൽ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റിരിക്കുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ KSU പ്രതിഷേധത്തിലാണ് മന്ത്രിക്ക് പരിക്കേറ്റത്. കഴുത്തിന് പരിക്കേറ്റ മന്ത്രിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രി വീണ ജോർജിനെ മുഖ്യമന്ത്രി ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. ആരോഗ്യമന്ത്രിക്കെതിരെ ഉണ്ടായ ആക്രമണം ഹീനരാഷ്ട്രീയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് അജീഷ് ജയകുമാർ തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അജീഷ്, ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? അമൃത, എന്തായാലും ആരോഗ്യമന്ത്രി ICUവിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കഴുത്തിനാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. എക്സ്റേ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ കഴുത്തിന്റെ പരിക്ക് എത്രത്തോളം ആഴത്തിലാണ് ഉള്ളതെന്ന് വ്യക്തമാവുകയുള്ളൂ. DMOയും സൂപ്രണ്ട് അടക്കമുള്ളവർ ഈ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെത്തി അത്യാഹിത വിഭാഗത്തിലെത്തി ആരോഗ്യമന്ത്രിയെ പരിശോധിച്ചിരുന്നു. എന്തായാലും ആരോഗ്യമന്ത്രി ഇപ്പോൾ ICUവിലാണുള്ളത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആരോഗ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ആരോഗ്യ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. DMOയും സൂപ്രണ്ട് അടക്കമുള്ളവർ അവിടെ ഉണ്ട്, ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യനില ഓരോ മിനിറ്റും വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CPMന്റെ നേതൃത്വത്തിൽ അസാധാരണമായ ഒരു പ്രതിഷേധം ആശുപത്രിയിൽ ഈ മന്ത്രിയെ കാണാനെത്തിയ CPM നേതാക്കൾ, ജില്ലാ സെക്രട്ടറി, അതേപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ, TV രാജേഷ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇവിടെയുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ ആണ് ഇപ്പോൾ ആശുപത്രിയുടെ മുന്നിൽ നിന്നൊരു പ്രതിഷേധ മാർച്ച് ഇപ്പോൾ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിന്റെ അങ്ങോട്ടേക്ക് വന്നത്. ഏതാണ്ട് ഒരു 1/2 കിലോമീറ്ററോളം മുദ്രാവാക്യം ഉയർത്തി KSU യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിനെതിരെ മുദ്രാവാക്യം ഉയർത്തി ഇവർ ആ പ്രതിഷേധം നടത്തി. ഇപ്പോൾ ഇവിടെ ജില്ലാ സെക്രട്ടറി സംസാരിക്കുന്നുണ്ട്. എന്തായാലും അസാധാരണമായിട്ടുള്ള ഒരു സംഭവമാണ് കണ്ണൂരിൽ 3:30 സംഭവിച്ചത്. മന്ത്രി ഈ ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മടങ്ങാൻ വേണ്ടിയാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. ഇന്ന് രാവിലെ ആദ്യത്തെ പരിപാടി കണ്ണൂർ കല്യാടായിരുന്നു. അവിടുത്തെ ആയുർവേദ ഗവേഷണ കേന്ദ്രം മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ മന്ത്രി വീണ ജോർജും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ആ പരിപാടി പങ്കെടുക്കുന്നതിന് എത്തുന്നതിന് മുമ്പേ തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു. മന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷം പെരിങ്ങോമിൽ മന്ത്രിക്ക് മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈ പരിപാടിക്കൊക്കെ പോകുന്നതിനും അതിനുശേഷം തിരിച്ചു പോകുമ്പോഴൊക്കെ തന്നെ മന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം പലയിടത്തും ഉണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരും പലയിടത്തും മന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തി. അതിനുശേഷം വൈകിട്ടോടെ വന്ദേ ഭാരതിൽ മന്ത്രി തിരുവനന്തപുരത്തേക്ക് പോകാനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു. അതിന് റെയിൽവേ സ്റ്റേഷന് പുറത്ത് BJPയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിനകത്തേക്ക് കടക്കുന്ന ഈ കവാടത്തിന് മുന്നിൽ വെച്ചാണ് ഒരു കൂട്ടം KSU പ്രവർത്തകർ ചാടി മന്ത്രിക്ക് അടുത്തേക്ക് എത്തിയത്. മുദ്രാവാക്യം വിളിച്ച് കരിങ്കൊടി ഉയർത്തിക്കൊണ്ട് മന്ത്രിക്ക് അടുത്തേക്ക് എത്തിയത്. ചുറ്റിനും കണ്ണൂർ ടൗൺ പോലീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, വനിതാ പോലീസരൊക്കെ തന്നെ ചുറ്റിനും ഉണ്ടായിരുന്നു. പക്ഷേ KSU പ്രവർത്തകർ പെട്ടെന്ന് തന്നെ കടന്നു ചാടി മന്ത്രിക്ക് അടുത്തേക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എത്തുകയായിരുന്നു. പോലീസ് അവരെ ബലം പ്രയോഗിച്ച് നീക്കിയെങ്കിൽ പോലും വീണ്ടും ഈ പ്രവർത്തകർ ആവേശത്തോടെ മന്ത്രിക്ക് അടുത്ത് എത്തുകയായിരുന്നു. ഇതിനിടയിലാകാം മന്ത്രിക്ക് പരിക്ക് പറ്റിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് മന്ത്രി ട്രെയിൻ കയറാൻ പോയെങ്കിലും മന്ത്രിക്ക് കഴുത്തിന് വേദന ഉണ്ടെന്ന് പറയുകയും പിന്നീട് മുഖ്യമന്ത്രി അടക്കം ഈ കാര്യം ഫോണിൽ വിളിച്ച് പറയുകയും ചെയ്തു. പിന്നീട് യാത്ര മാറ്റിവെച്ച് മന്ത്രി ജില്ലാ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. അത്യാഹിത വിഭാഗത്തിൽ എത്തിയ മന്ത്രിയെ വീണ ജോർജിന് LDF കൺവീനർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ജില്ലയിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളുണ്ട്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇന്ന് കണ്ണൂർ ജില്ലയിലുണ്ട്. മന്ത്രി വീണ ജോർജ് പരിപാടി കഴിഞ്ഞ് വന്ദേ ഭാരത് ട്രെയിനിന് കയറാൻ എറണാകുളം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയതാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വണ്ടി കയറാനുള്ള ശ്രമത്തിനിടയിലാണ് പ്ലാറ്റ്ഫോമിൽ KSU വിഭാഗത്തിൽപ്പെട്ടവർ എന്ന നിലയിൽ വീണ ജോർജിനെതിരായിട്ട് ആക്രമണം നടക്കുന്നത്. ആക്രമണത്തിൽ അവർക്ക് കൈക്കും കഴുത്തിനും പരിക്കുപറ്റി കണ്ണൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷമുള്ള വിശദാംശങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് അവരുടെ വീട് യൂത്ത് കോൺഗ്രസുകാർ വീട്ടിൽ അതിക്രമിച്ച് കയറി അവരെ ആക്രമിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അപ്പോൾ അവർ വീട്ടിലുണ്ടായിരുന്നില്ല. കലാപമുണ്ടാക്കിയവർ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. പത്തനംതിട്ട ജില്ലയിൽ അവർ പങ്കെടുത്ത പരിപാടിയുമായി ബന്ധപ്പെട്ടും അവർക്കെതിരായിട്ട് അക്രമശ്രമമുണ്ടായി, കയ്യേറ്റ ശ്രമമുണ്ടായി. കേരളത്തിൽ ഒരു വനിതാ മന്ത്രിക്കെതിരായി
ഇത്രയും നികൃഷ്ടമായ ഒരു കാര്യം നടക്കുന്നത് ആദ്യമായിട്ടാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.